വാല് മുറിച്ചിരിക്കുകയാണ് ശശി തരൂർ. നെഹ്റു കുടുംബം ഇന്ത്യ തുലച്ചതെങ്ങനെയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. കർണത്തടി കിട്ടിയ പോലെ കോൺഗ്രസ് നിൽക്കുമ്പോൾ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം നൗ റണ്ണിങ്ങിലൂടെ. ശശി തരൂരിന്റെ സർവകക്ഷി സംഘത്തിന്റെ പ്രവർത്തനം, ശേഷം കേന്ദ്ര സർക്കാരിനോട് കാണിച്ച അമിത സ്നേഹമൊക്കെ ഈ കോൺഗ്രസിനെ അടിമുടി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് കോൺഗ്രസ് വിധി എഴുതിയതെങ്കിലും ശശി തരൂരിന് ലഭിക്കുന്ന ഈ ജനകീയ പിന്തുണയുണ്ടല്ലോ, അത് അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ വെറുപ്പിക്കാതെ മിണ്ടാതെ നിന്നപ്പോഴാണ് അടുത്ത ബോംബ് തരൂരിടുന്നത്. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി ശശി തരൂർ രംഗത്തെത്തി. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അടിയന്തരാവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും മൃഗീയമായ ഭരണകൂട പ്രവർത്തനമായിരുന്നു. അതിനെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും മറ്റു പാർട്ടികളൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമെങ്കിലും കോൺഗ്രസ് പാർട്ടി ഒന്നെങ്കിൽ ഇതിനെ മിണ്ടാതിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടോ രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. ആദ്യമായാണ്, ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം, ഒരു കോൺഗ്രസ് നേതാവ് പൂർണ്ണമായ അർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നെഹ്റു കുടുംബം അട്ടിമറിച്ചതെന്ന ഉത്തരവുമായി വരുന്നത്. നെഹ്റു കുടുംബത്തെ ഉന്നമിട്ടുകൊണ്ടാണ് തരൂരിന്റെ ലേഖനം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായ അടിയന്തരാവസ്ഥയെ പ്രതിപാദിക്കുന്ന ലേഖനം ഹീഡിംഗ് ദ ലെസൺസ് ഓഫ് ഇന്ത്യാസ് എമർജൻസി എന്ന തലക്കെട്ടോടെ പ്രോജക്ട് സിൻഡിക്കേറ്റിലാണ് ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലും ലേഖനം വന്നിട്ടുണ്ട്. ജൂലൈ 8-നായിരുന്നു നമ്മൾ സമരമൊക്കെ തീർന്നതിന് ശേഷം ഇപ്പോഴാണ് ലേഖനം വിവാദമാകുന്നത്. ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉയർത്തുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിരാഗാന്ധി ശഠിച്ചുവെന്നാണ് ശശി തരൂരിന്റെ ഒബ്സർവേഷൻ. കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടി മറുവശത്തേക്കുള്ള വഴി തേടുകയാണ് ശശി തരൂർ എന്നാണ് പുറത്തുവരുന്ന നിരീക്ഷണങ്ങൾ. തനിയെ പുറത്തു പോകാൻ അദ്ദേഹം എന്തായാലും തയ്യാറല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അദ്ദേഹത്തെ പുറത്താക്കണം, ഇതാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള വഴിയൊരുക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാവുന്നുണ്ട്. ഹൈക്കമാൻഡിനെ നിരന്തരം ചൊടിപ്പിക്കുകയും അച്ചടക്കം ലംഘിക്കുകയുമാണ് തരൂരിൻ്റെതായി ഇപ്പോഴുള്ളൊരു ലൈൻ. പക്ഷേ തരൂര് അങ്ങനെ ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങളുമുണ്ട്. ഈ ശൈലിക്കെതിരെ എന്തായാലും വിമർശനം ശക്തമായിട്ടുണ്ട്. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞിരുന്നില്ലെന്നും ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തടവിലായെന്നും ഒക്കെ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇന്ത്യയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി, നിർബന്ധിത വന്ധീകരണം അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തരൂർ വിമർശിക്കുന്നുണ്ട്. അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചെന്നും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചെന്നും അദ്ദേഹം എഴുതി വെക്കുന്നു. ഇതിനൊക്കെ പുറമെ ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും തരൂർ കുറിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നുവെന്ന് എന്തായാലും ഈ ലേഖനത്തോടു കൂടി നമുക്ക് മനസ്സിലാവും. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ലേഖനം. എന്തായാലും അത് തൽക്കാലം മൈൻഡ് ചെയ്യില്ലായിരിക്കും ഹൈക്കമാൻഡ്. പക്ഷേ തരൂരിനെതിരെയുള്ള പടയൊരുക്കങ്ങൾ എന്തായാലും ദ്രുതഗതിയിൽ നടക്കും. അതിനിടെയാണ് ഡോക്ടർ ശശി തരൂർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നതായി സൂചന നൽകിക്കൊണ്ട് UDF-ൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുയോജ്യൻ തരൂരാണെന്ന് കാണിച്ചുള്ള ഒരു സ്വകാര്യ ഏജൻസിയുടെ സർവേയുടെ വിവരങ്ങളൊക്കെ എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തൊഴുകൈകളോടെയുള്ള സ്മൈലിയും ഒക്കെ ഇട്ടിരുന്നു. പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന് വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് 2.5 മാസം മുൻപ് മാത്രമാണെന്നുമൊക്കെയാണ് നേതൃത്വം പറയുന്നത്. കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ ശശി തരൂർ MP പോസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ള വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. തരൂരിൽ തൊട്ടാൽ സർവേ ക്ലിക്കാകുമെന്ന നിഗമനത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയതെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യത ഇല്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്നാണ് മേജറായ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്നും പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെ ആണ് എന്നായിരുന്നു സർവേയിൽ പറഞ്ഞത്. ഈ സർവേ ഫലമാണ് എന്തായാലും രമേശ് ചെന്നിത്തല തള്ളിക്കളയുന്നത്. അദ്ദേഹം എന്തായാലും അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ. ആകെത്തുകയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങളിൽ പെട്ടുപോയ ഒരു കരുത്തനായ ധീരനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെയുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓൾ പാർട്ടി ഡെലിഗേഷൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ എക്സ്റ്റൻഡഡ് പ്രോഗ്രാം ആയിട്ടുള്ള സർവകക്ഷി സംഘത്തിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എന്താണ് ലോകത്തിന് മുന്നിൽ സംസാരിച്ചതെന്നും എന്താണ് ഇന്ത്യ,
എങ്ങനെയാണ് ഇന്ത്യ പെരുമാറുന്നത്, എന്താണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം, എന്താണ് ഇന്ത്യയുടെ നിലപാടുകൾ, എന്താണ് ഇന്ത്യ ടെററിസത്തോടുള്ള ഇന്ത്യയുടെ സമീപനം എന്നടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കൃത്യമായി ഇന്ത്യയുടെ നിലപാടിനെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തരൂരിനെ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ ഈ തരൂർ ഞങ്ങളുടെ തരൂരാണ്, ഞങ്ങൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്, BJP നോക്കൂ, BJPക്ക് പോലും ഇങ്ങനൊരു നേതാവില്ല എന്ന് പറഞ്ഞ് ദാ ചെക്ക് വെച്ചിരിക്കുന്നു ഞങ്ങളെന്ന് പറയാൻ കെൽപ്പുള്ള, കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റി ഉള്ള ഒരു നേതാവിനെ എടുത്ത് കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങളിൽ ഇട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാത്ത കോൺഗ്രസ് നേതൃത്വത്തെ എന്തായാലും ശശി തരൂർ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് തേക്കുക? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം വളരെ വ്യക്തമായി നന്നായി സംസാരിക്കുന്ന, വലിയ പാഠവമുള്ള, വളരെ മികച്ച അക്കാഡമിക്സ് ഉള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെ നയ തീരുമാനമെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിസ്സാരപ്പെട്ട കാര്യവുമല്ല. എന്തായാലും കോൺഗ്രസിന്റെ വാല് മുറിക്കുന്ന ശശി തരൂരിനെയാണ് കാണുന്നത്. എന്തായാലും കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനിയെങ്കിലും ഈ തരൂരിന് പുതിയ പദവി വല്ലതും നൽകി, അല്ലെങ്കിൽ തരൂരിന് കൃത്യമായി അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം നൽകി അദ്ദേഹത്തെ കൂടെ നിർത്തുക. അല്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അനുഭവിക്കും.